ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ദേവയാനിയുടെ ഈ മാറ്റം ആർക്കും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ജലജ പറയുന്നുണ്ട്, നയന ഇവിടുന്ന് പോവുകയാണെങ്കിൽ ആദർശിന് അതങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല, അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ജലജ പറയുകയാണേ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മളെ നയനയാണ്. അപ്പം നയന നമ്മൾ ആദർശിൻ്റെ അടുത്ത് പറയുകയാണേ, പിന്നെ ആദർശനെ അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്നത് നയനയ്ക്ക് സഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നയന ആദർശിൻ്റെ അടുത്ത് പറയുകയാണെ, എന്നെ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അപ്പച്ചിയോ ഇളയമ്മയോ ആര് വേണമെങ്കിലും എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനെ ഇവരൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് കേട്ടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ സാഹചര്യം ഉണ്ടാക്കിയത് നമ്മൾ നയന തന്നെയാണല്ലോ. അവർക്കാർക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. പക്ഷേ നയന ഈ സത്യം മൂടി വെച്ചിട്ട് നന്മ മരമെന്നും പറഞ്ഞിട്ട് നടക്കുന്ന നയനയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തെറ്റുകാരി എന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. പിന്നെ ജലജ ചെന്ന് നവ്യടുത്ത് പറയണം, നീ ഈ തൊട്ടിൽ ഇട്ട് ആട്ടുന്ന കുട്ടിയുണ്ടല്ലോ, ഈ കുട്ടിക്ക് മുകളിൽ ഇവിടെ വലിഞ്ഞു കയറി വന്ന ആ പെൺകുട്ടിക്ക് ആരും സ്ഥാനം കൊടുക്കാൻ പാടില്ല, അത് നീ ശ്രദ്ധിച്ചോണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിന്നെ നയനെ താലോലിക്കുന്ന ആദർശനെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.